ഇപ്പോൾ കിട്ടിയ പുതിയൊരു വാർത്തയിലേക്കാണ്. വയനാട്ടിൽ ആദിവാസി യുവാവിനെ വലിച്ചിഴച്ച സംഭവത്തിൽ ഇടപെട്ട് മുഖ്യമന്ത്രി. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കാൻ DGPക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇനി നടപടി കടുക്കുമല്ലേ? തീർച്ചയായും ഏതായാലും വിഷയത്തിൽ, അതായത് മാനന്തവാടിയിലാണ് ഈ പട്ടികവർഗക്കാരനായ യുവാവിനെ റോഡിലൂടെ കാറിൽ വലിച്ചിഴച്ച സംഭവം ഉണ്ടായത്. ഇതിൽ കുറ്റക്കാർക്കെതിരെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. DGPക്കാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൽ നേരത്തെ തന്നെ വകുപ്പ് മന്ത്രിയായിട്ടുള്ള OR കേളുവും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകരുത് എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അടിയന്തര നടപടി കൂടി സ്വീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ നടപടി കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ ഒരു ഇടപെടലിലൂടെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ആഭ്യന്തര വകുപ്പ് ഇടപെട്ട് കുറ്റക്കാർക്കെതിരെ ഇനി കൃത്യമായ നടപടി ഉണ്ടാകുമല്ലേ? ഏതായാലും ഈ സംഭവത്തിൽ ഒരു തരത്തിലും വീഴ്ചയില്ലാത്ത നടപടി ഉറപ്പാക്കുക, അത് തന്നെയാണ് സർക്കാർ ചെയ്യുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള OR കേളു ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം പോലീസിന് നൽകിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി കൂടി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് DGPയെ വിളിച്ച് ഇതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടി കുറ്റക്കാർക്കെതിരെ ഉണ്ടാകണം എന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഉള്ള അന്വേഷണം ഇതിനകം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കുറ്റക്കാർ ഒരു തരത്തിലും രക്ഷപ്പെടാത്ത രീതിയിൽ നടപടികൾ ഉറപ്പാക്കുക എന്നുള്ളത് മുഖ്യമന്ത്രി കൂടി നൽകിയിരിക്കുന്നത്. ശരി ഷീജ, വയനാട്ടിലെ ആദിവാസി യുവാവിനെ വലിച്ചിഴച്ച സംഭവത്തിൽ ഇടപെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി. എന്തായാലും കുറ്റക്കാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം. ഇപ്പോൾ DGPക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ ഇതിന്റെ അന്വേഷണം അതിൻ്റെതായ രീതിയിൽ തന്നെ പുരോഗമിക്കും എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.